മതവിദ്വേഷമോ ഭിന്നിപ്പോ വെറുപ്പോ സൃഷ്ടിക്കുന്ന പ്രചാരണങ്ങൾക്കും പ്രസംഗങ്ങൾക്കും നിയമപരമായി വിലക്കുള്ളൊരു രാജ്യം. അത് തികഞ്ഞ ചട്ടലംഘനമാണെന്ന് നിശ്ചയമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നിട്ടും ഈ പൊതു തിരഞ്ഞെടുപ്പിൽ ഏറെ വിദ്വേഷ പ്രസംഗങ്ങൾ നിറഞ്ഞു നിന്നു. മോദിയുടേതടക്കമുള്ള ഭിന്നിപ്പിന്റെ വാക്കുകൾ ചർച്ചയായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അത് വോട്ടിൽ പ്രതിഫലിക്കുമോ എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. आरजेडी कांग्रेस की प्राथमिकता तो आप नहीं खाते हैं। വർഗീയ ധ്രുവീകരണം നടത്തി വോട്ടുറപ്പിക്കുക എന്ന തന്ത്രം പയറ്റുന്ന തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന് പുതുമയല്ല. എന്നാൽ മതേതര രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ വിദ്വേഷ പരാമർശങ്ങളിലൂടെ ഒരു വിഭാഗത്തെ ശത്രുക്കളെ പോലെ ചിത്രീകരിച്ചത് അത്ഭുതപ്പെടുത്തുന്നതായി. ഭരണഘടനാശീലങ്ങളെ കാറ്റിൽ പറത്തിയുള്ള അപ്രഖ്യാപിത നീക്കങ്ങളായി ഈ പ്രസംഗങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ ഇത്തവണത്തെ ശ്രദ്ധിക്കപ്പെട്ട വിവാദങ്ങളായി. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇതെല്ലാം ഉന്നയിച്ചിട്ടും പ്രതിപക്ഷത്തിന് നിരാശപ്പെടേണ്ടി വന്നു. ഒരു ഇടപെടലും ഉണ്ടായില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്നും നടിച്ചു. ലോക്സഭയിലേക്കുള്ള രണ്ടാംഘട്ട പോളിംഗ് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബൻസ്വാരയിലെ റാലിയിൽ സംസാരിച്ച മോദി കോൺഗ്രസ് ജയിച്ചാൽ മുസ്ലിം സമുദായത്തിന് ഇന്ത്യയുടെ സമ്പത്ത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. നുഴഞ്ഞു കയറിയവരെന്നും കൂടുതൽ കുട്ടികളുള്ളവരെന്നും ഒരു സമുദായത്തെ ആക്ഷേപിച്ച മോദി സംസാരിച്ചു. പെരുമാറ്റച്ചട്ടം പരസ്യമായി ലംഘിച്ചുള്ള ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയെങ്കിലും നടപടിയോ ഇടപെടലോ ഉണ്ടായില്ല. वो एक सोने का कीमत का मुद्दा नहीं है, उसके जीवन के सपनों से जुड़ा हुआ है। तुम उसे छीनने की बात कर रहे हो अपने मैनिफेस्टो में। गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. പിന്നാലെ മഹാരാഷ്ട്രയിൽ നന്ദൻബാറിൽ പ്രധാനമന്ത്രി വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചു. കർണാടകയിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമുള്ള സംവരണം മുസ്ലിം സമുദായത്തിന് കൈമാറ്റം ചെയ്യുമെന്നും ഹിന്ദു സ്ത്രീകളുടെ മംഗല്യസൂത്രം വരെ പലരും കൈക്കലാക്കുമെന്നും വരെ മോദി പ്രസംഗിച്ചു. മെയ് 13 ബീഹാറിലെ ഹാജിപൂരിൽ നടത്തിയ പ്രസംഗത്തിൽ കോൺഗ്രസ് പിന്നോക്കക്കാരിൽ നിന്നും സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന വിചിത്രവാദവും മോദി ആവർത്തിച്ചു. आरजेडी कांग्रेस की प्राथमिकता आप लोग नहीं है, बल्कि उनका अपना वोट बैंक ही है. उन्होंने कहा कि मुसलमानों को आरक्षण दिया जाना चाहिए और वो भी पूरा का पूरा, यानी दलितों, पिछड़ों, आदिवासियों को मिलने वाला पूरा आरक्षण ये अब सिर्फ मुसलमानों को देना चाहते. ഹിന്ദി ഹൃദയഭൂമിയിൽ തീവ്ര ചിന്താഗതിയുള്ള ഒരു വിഭാഗം ഹിന്ദു വോട്ടർമാരുടെ കയ്യടിക്ക് വേണ്ടി ഇത് പറഞ്ഞ പ്രധാനമന്ത്രി പക്ഷേ പിന്നീട് ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ നേരെ മലക്കം മറിഞ്ഞു. താൻ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും അങ്ങനെ തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു. मैं हैरान हूँ जी, किसने आपको कहा कि जब ज्यादा बच्चों की बात होती है तो सिर्फ मुसलमान का नाम छोड़ देते हैं? तो हम मुसलमान के साथ अन्याय करते हैं. तो आप कह रहे हैं मुसलमान अलग था, ज्यादा बच्चा पैदा करने वाला अलग था? मैंने न हिंदू कहा है न मुसलमान कहा है. मैंने कहा कि भाई आप उतने बच्चे हो जिसका आप लालन पालन कर सको. सरकार को करना पड़े ऐसी स्थिति मत करो. मेरा पहले से मंत्र रहा है सबका साथ सबका विकास. मैं वोट बैंक के लिए काम नहीं करता. ഇതുകൊണ്ടും തീർന്നില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷായും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രചാരണങ്ങളിൽ മുട്ടിന് വർഗീയ കാർഡിറക്കി. ഇത്തരം പ്രസംഗങ്ങൾക്ക് നേരത്തെ പേരുകെട്ട നേതാവായ യോഗി മൊറാദാബാദ് റാലിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ബീഫ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യൻ സ്ത്രീകളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കും
റോഹിംഗ്യക്കാർക്കും വിതരണം ചെയ്യുമെന്നും മോദിയുടെ പ്രസ്താവന കടമെടുത്ത് ആവർത്തിച്ചു. മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ പ്രതിപക്ഷം മുജ്ര നൃത്തം ചെയ്യാൻ പോലും തയ്യാറാണെന്ന പരാമർശവും വിവാദമായി. उनको गौ कसी की छूट देंगे। क्या आप गौ कसी की छूट दिलवाएंगे कांग्रेस सपा बसपा के लोगों को? हिंदू के लिए इससे बड़ा पाप हो ही नहीं सकता और कांग्रेस आपकी आस्था के साथ खिलवाड़ कर रही है। जो एक पाप करने पर उतार हो चुके हैं, देश के पुण्य क्षति करने पर, क्या राम और कृष्ण की धरती पर क्या गौ कसी होगी? क्या അമിത്ഷായും മോശമാക്കിയില്ല. മെയ് 18 ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും മുസ്ലിങ്ങൾക്കും മദ്രസകൾക്കും ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം നൽകി ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാൻ അവസരമുണ്ടാക്കിയെന്ന് ഷാ പ്രസംഗിച്ചു. ബാബറി പൂട്ട് വോട്ട് ജിഹാദ് പ്രസംഗങ്ങളും ഷാ പല വേദിയിലും ആവർത്തിച്ചു. കർണാടകയിലെ BJP നേതാവ് അനന്തകുമാർ ഹെഗ്ഡെ അടക്കമുള്ളവർ അംബേദ്കറിന്റെ ഭരണഘടനയിലാണ് കയറിപ്പിടിച്ചത്. NDA 400-ലധികം സീറ്റ് നേടണം, കാരണം നമുക്ക് ഭരണഘടന പുതുക്കി പണിയേണ്ടതുണ്ട്, ഹെഗ്ഡെ പറഞ്ഞു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് പാകിസ്ഥാന് വോട്ട് ചെയ്യുന്നതിന് സമാനമാണെന്ന് പറഞ്ഞത് BJPയുടെ അമരാവതി MP നവനീത് കൗറാണ്. വർഗീയ പ്രസംഗങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A പ്രകാരം ശിക്ഷാർഹമായ ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന വാക്കുകളുമായി പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചത്. വോട്ടർമാരെ എങ്ങനെ ഇതെല്ലാം സ്വാധീനിക്കുമെന്നതും മതേതര മനസ്സിന് എന്ത് മറുപടി ഇതിനോട് പറയാനുണ്ട് എന്നുമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഇനി തെളിയേണ്ടത്. Let us leave aside slogans. Let us leave aside words which frighten people. Let us even make concession to the prejudices of our opponent. Bring them in so that they may willingly join with us on marching upon that road, which, as I said, if we walk long enough, must necessarily lead us to unity. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.